ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 31 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. Deuteronomy chapter 1 verse 31 to 33. ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴികളിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ച് എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇതെല്ലാമായിട്ടും പാളയം ഇറങ്ങേണ്ടതിന് നിങ്ങൾക്ക് സ്ഥലം അന്വേഷിപ്പാനും നിങ്ങൾ പോകേണ്ട വഴി നിങ്ങൾക്ക് കാണിച്ചു തരുവാനും രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പായി നടന്ന നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ വിശ്വസിച്ചില്ല. മതി. ഓക്കേ, ഹല്ലേലൂയ. അതിശക്തമായ ദൈവത്തിന്റെ തിരുവചനമാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. അവിടെ പറയുന്നു, ഹല്ലേലൂയ. അടുത്തൊരു വാക്യം കൂടെ ചേർത്ത് വായിക്കാൻ പോവുകയാണ്. സങ്കീർത്തനം 78 അതിന്റെ 52 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുന്നു. സങ്കീർത്തനം 78-ാം അധ്യായം അതിന്റെ 52 മുതലുള്ള തിരുവചനം. Psalm 78 verse 52 following. എന്നാൽ തന്റെ ജനത്തെ അവൻ ആടുകളെ പോലെ പുറപ്പെടുവിച്ചു പുറത്തു കൊണ്ടുവന്നു. മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ ദൈവം നടത്തി. 53. നിർഭയമായി നടത്തുകയാൽ ഈ ദൈവം നടത്തിയത് നിർഭയമായി നടത്തിയാൽ അവർക്ക് നടക്കാൻ പേടി ഉണ്ടായില്ല. അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടി കളഞ്ഞു. 54. അവൻ അവരെ തന്റെ വിശുദ്ധ ദേശത്തിലേക്ക് തന്റെ വലങ്കൈ സമ്പാദിച്ച ഈ കാണുന്ന പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു. 55. അവരുടെ മുമ്പിൽ നിന്നും അവൻ ജാതികളെ നീക്കിക്കളഞ്ഞു. ശക്തരായ ജാതികളെ അവരുടെ മുമ്പിൽ നിന്നും നീക്കിക്കളഞ്ഞ് ചരടുകൊണ്ട് അളന്ന് അവർക്ക് അവകാശത്തെ പകുത്തുകൊടുത്ത് ഇസ്രായേലിന്റെ ഗോത്രങ്ങളെ അവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു. ആമേൻ. ആവർത്തന പുസ്തകം എന്ന് പറയുന്നത് 120 വയസ്സോളം പ്രായമുള്ള വന്ധ്യവയോധികനായ മോശയുടെ കഴിഞ്ഞ 40 വർഷത്തെ മരുഭൂ പ്രയാണകാലത്ത് കഴിഞ്ഞ് അതിന്റെ അവസാന സമയത്ത് നിന്ന് തന്റെ മരണത്തിന് മുമ്പുള്ള ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിടവാങ്ങൽ പ്രസംഗം, ഫെയർവെൽ മെസ്സേജ്. തനിക്കറിയാം ഇത് പറഞ്ഞ് അധിക നാള് താൻ ജീവിച്ചിരിപ്പില്ല. ഇതാരോട് പറയുന്നെന്നറിയാമോ? മിസ്രൈമിൽ നിന്നും ഇറങ്ങിത്തിരിച്ച ജനസമൂഹം അതിന്റെ ഒരു തലമുറ മരിച്ച് നടത്തിയ വിധങ്ങളും ദൈവം കൊണ്ടുവന്ന വഴികളും കണ്ടൊരു തലമുറയുണ്ട്. ആ തലമുറ മരിച്ചു. അടുത്ത തലമുറ നിൽക്കുകയാണ്. ആ തലമുറയാണ്, പുതിയൊരു തലമുറയാണ് വാഗ്ദത്തം ദൈവം പറഞ്ഞ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. ദൈവം ദൂത് പറഞ്ഞ പ്രദേശത്തേക്ക് വരിക. അപ്പൊ പ്രവേശിക്കാൻ പോകുമ്പോൾ 120 വയസ്സുള്ള വന്ധ്യവയോധികനായ മോശ പറയുകയാണ്, ദൈവം ഓർമ്മിപ്പിച്ച ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദൈവത്തിന്റെ നിയമങ്ങൾ, ദൈവം നടത്തിയ വിധങ്ങളെ ഈ പുതിയ തലമുറയ്ക്ക്, വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന തലമുറയ്ക്ക് പറഞ്ഞു ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നതാണ് ആവർത്തന പുസ്തകം. ഈ ആവർത്തന പുസ്തകത്തിൽ നമ്മൾ ഈ 2 വചനങ്ങൾ, സങ്കീർത്തനം 78 നിന്നും ആവർത്തന പുസ്തകം 1-ന്റെ 31 മുതലുള്ള തിരുവചനത്തിൽ നിന്നും നമ്മൾ ഒരു കാര്യം പഠിച്ചു. ദൈവം തന്റെ ജനത്തെ നടത്തി. എങ്ങനെ നടത്തി? വഹിച്ച് ദൈവം നടത്തിയപ്പോൾ മുമ്പിൽ ശക്തരായ ആ നടപ്പിനെ തടയാൻ ശക്തരുള്ള ജാതിക രാജാക്കന്മാർ ഉള്ളപ്പോൾ അവരെ തട്ടിമാറ്റി നശിപ്പിക്കുമെന്ന് പറഞ്ഞ് പിന്തുടരുന്നതിനെ സമുദ്രത്തിൽ മുക്കിക്കളഞ്ഞ്, നമ്മൾ വായിച്ച ഇപ്പൊ കാണിച്ചതിന്റെ ലാസ്റ്റ് ഭാഗം ഒന്ന് കാണിക്കണമേ. നമ്മൾ വായിച്ച വചനത്തിന്റെ ആ 78-ന്റെ 55 ബൈബിൾ പറയുന്നു, 54 പറയുന്നു, അവൻ അവരെ
തന്റെ വിശുദ്ധ ദേശത്തിലേക്ക് തന്റെ വലങ്കൈ സമ്പാദിച്ച ഈ പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു. 55 അവരുടെ മുമ്പിൽ നിന്നും അവൻ ജാതികളെ നീക്കിക്കളഞ്ഞു. ചരട് കൊണ്ട് അളന്ന് ഒരു മനുഷ്യൻ അളക്കുന്ന പോലെ, ലാൻഡ് അളക്കുന്നത് പോലെ, സർവേവർ അളക്കുന്നത് പോലെ, ചരട് കൊണ്ടെന്ന പോലെ ദൈവം കൃത്യം അളന്ന് അവർക്ക് അവകാശം പകുത്തു കൊടുത്തു. അടുത്തത് ഇസ്രായേലിലെ ഗോത്രങ്ങളെ അവരവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു. ഒന്നുമില്ലാതെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും വിളിച്ചിറക്കി തിരിച്ചവൻ വഴി വെച്ച് ഉപേക്ഷിച്ചില്ല. അവന്റെ കൂടാരങ്ങളിൽ കൊണ്ടുവന്ന് ദേശം അളന്നു കൊടുത്ത് അവൻ അവിടെ പാർപ്പിച്ചൊരു ദൈവമാണ്. ഈ മെസ്സേജ് എന്താ പറയുന്നതെന്നറിയാമോ? വിളിച്ചിറക്കിയ ദൈവം ഒരപ്പൻ മകനെ വഹിക്കുന്ന പോലെ വഹിച്ച് നടത്തി മുമ്പിലുള്ള തടസ്സങ്ങളെ ഇല്ലാതാക്കി എവിടെ എത്തിക്കുമെന്ന് പറഞ്ഞു ആ സ്ഥലത്ത് കൊണ്ടെത്തിച്ചൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശെ ഓർമ്മിപ്പിക്കുക, അവൻ പുരാതനായ ദൈവമാണ്, തലമുറയോളം വിശ്വസ്തനായ ദൈവമാണ്. നിന്നെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ടെത്തിക്കാൻ അവൻ വിശ്വസ്തനാണ്. എവിടെ കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞ ആ ദേശത്ത് കൊണ്ടുപോയി കൂടാരങ്ങളിൽ പാർപ്പിച്ചു. മോശ എന്താ ഓർമ്മിപ്പിക്കുന്നറിയാമോ? അതാണ് ഇന്നത്തെ ദൂതിലേക്ക് വരുന്നത്. 120 വയസ്സായി വന്ധ്യവയോധികനായി നിൽക്കുമ്പോൾ കഴിഞ്ഞ 40 വർഷത്തെ മരുഭൂപ്രയാണ യാത്രയുടെ അനുഭവത്തിൽ നിന്നും മോശ പറയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദൈവം നടത്തി എന്നതിനേക്കാൾ അപ്പുറം തളർന്നുപോയ, നടക്കാൻ പറ്റാത്ത ഒരു കുഞ്ഞിനെ അപ്പൻ എടുത്ത് ഇങ്ങനെ വഹിച്ചു നടക്കുന്ന പോലെ ദൈവം തന്റെ മക്കളെ മരുഭൂമിയിൽ നടത്തി. ഇന്നത്തെ ദൂതിത നമ്മെ വഹിച്ച് നമ്മെ നടത്തുന്നൊരു ദൈവം. ഇപ്പൊ ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് നമ്മെ നടത്തുന്നൊരു ദൈവമുണ്ട്. യെശയ്യാവ് 46:4 മനോഹരമായ തിരുവചനം ഇങ്ങനെ കിടപ്പുണ്ട്. യെശയ്യാ പ്രവചനം 46:4. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. ഈവൻ ടു യുവർ ഓൾഡ് ഏജ്. കർത്താവ് പറയണം, നിന്റെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ. നമുക്ക് എത്ര പ്രായമായാലും ദൈവം തന്നെ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? അടുത്തത് നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ദൈവത്തിന്റെ പ്രോമിസ് പറയാണ്. വിളിച്ചിറക്കി എന്ന് പറഞ്ഞാലോ, നിന്റെ ജീവിതത്തിൽ നര വന്നെന്ന് പറഞ്ഞാലോ, എത്ര വാർദ്ധക്യമായെന്ന് പറഞ്ഞാലും അന്ത്യത്തോളം നിന്നെ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. അടുത്തത് ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. കണ്ടോ? ഹല്ലേലൂയ. ഞാൻ വഹിക്കുകയും ഞാൻ ചുമക്കുകയും, അത് മാത്രമല്ല ആ വരിയാത്രയിൽ ചില വിഷയത്തിന് വിടുതൽ വേണമെങ്കിൽ നിന്നെ വിടുവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ മോശ പുതിയ തലമുറയോട് പരിചയപ്പെടുത്തുകയാണ്, ദൈവത്തിന്റെ ജനമേ, കഴിഞ്ഞ നാളുകളിൽ ദൈവം വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് ഇതുവരെ എങ്ങനെ നടത്തിയെന്നറിയാമോ? ഒരപ്പൻ തലമുറയെ വഹിക്കുന്ന പോലെ ഉള്ളങ്കരങ്ങളിൽ വഹിച്ച് തോളോട് ചേർത്ത് വെച്ച് ഇത്രത്തോളം കൊണ്ടെത്തിച്ച ഒരു ദൈവമുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ പറയുന്നു, വാർദ്ധക്യം വരെ അനന്യൻ, നരക്കുവോളം അവൻ നിന്നെ ചുമക്കും. ഉറക്കെ പറ, നരക്കുവോളം അവൻ എന്നെ ചുമക്കും. വിശ്വാസത്തിൽ വന്ന നാളുകളല്ല, കുറച്ച് നാളുകളല്ല, നിന്റെ അന്ത്യം വരെ നിന്നെ വഹിച്ച് നിന്നെ ചുമന്ന് നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ അകത്ത വിശ്വാസം അകത്ത് വർദ്ധിക്കട്ടെ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അനുഭവത്തിൽ കൊണ്ട് തീരുന്നല്ല, അന്ത്യം വരെ നടത്തുന്നൊരു ദൈവമുണ്ട്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴേ നമ്മളെല്ലാവരുടെ ലൈഫ് അത്ര ഈസി ആയിട്ട് ഒരിക്കലും പോകണമെന്നില്ല. ചില മൂമെന്റിൽ, ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒത്തിരി വീക്ക് ആവാറുണ്ട്, ഒത്തിരി ടയേർഡ് ആകാറുണ്ട്.
ചില സീസണുകളിൽ ഭയങ്കര ഭാരം അകത്ത് കയറി നമുക്ക് തന്നെ എന്തോ ഒരു ലോഡ് എടുത്ത് നമ്മുടെ ജീവിതത്തിൽ വെച്ചേക്കുന്ന പോലെ മനസ്സിൽ ഭാരങ്ങളുമായി നടക്കുന്ന ഒരു സീസൺ ഉണ്ടായിരിക്കാം. ശക്തിയില്ല, എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്ന സമയങ്ങൾ, സീസൺ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഈ സാഹചര്യങ്ങളിലെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദൂതുണ്ട്. അന്ത്യത്തോളം, നരയ്ക്കുവോളം, പ്രായമാകുവോളം, നിന്റെ ആയുസ് തീരുവോളം നിന്നെ വഹിച്ച് നടത്താൻ ഒരു നല്ലൊരു ദൈവമുണ്ട്. നീ ഒറ്റയ്ക്ക് നടക്കുകയല്ല, നീ കർത്താവിന്റെ കൂടെ നടക്കുക. കുറച്ചുകൂടെ പറയാം, നീ കർത്താവിന്റെ കൂടെ നടക്കുകയല്ല, അവൻ നിന്നെ വഹിച്ച് നടത്തുകയാണ്. ഈ രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോ നിന്നെ ഉപദേശിച്ച് നടത്തുന്നൊരു വചനമുണ്ട്. ശരിയാണ്, ഉപദേശിച്ച് നടത്തുക എന്ന് മാത്രം, കുറച്ചുകൂടെ എല്ലാവരും ശ്രദ്ധിച്ചോണം. ഉപദേശിച്ച് നടത്തുക എന്ന് മാത്രമല്ല, നിന്റെ നീ അങ്ങനെ അങ്ങ് ചെയ്തേക്ക്, നീ അങ്ങനെ അങ്ങ് പോയേക്ക്, നീ അങ്ങനെ അങ്ങ് പോ എന്ന് പറഞ്ഞ് മാത്രം വിടുന്ന ദൈവം അല്ലെന്ന ഈ പറഞ്ഞ. അങ്ങോട്ട് പോകുമ്പോഴും ആ ഉപദേശം കേട്ടാലും നീ വീരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുമ്പോഴോ ഉള്ളം കരത്തിൽ വഹിച്ച് താങ്ങി ഒരു പിതാവ് തലമുറയെ താങ്ങുന്ന പോലെ താങ്ങുന്ന ഒരു ദൈവം ഉണ്ടെന്നാണ് ഇന്ന് പകൽ വെളിപ്പെടുത്തുന്നത്. ഇന്ന് ചിലരോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ നിന്നെ ഏത് സീസണില് നിന്നെ താങ്ങി നടത്താൻ വിശ്വസ്തനായ ദൈവം. നമ്മൾ വായിച്ച ആവർത്തനം 1:31 തൊട്ട് വായിക്കുമ്പോൾ 31 ഒന്നുകൂടെ വായിച്ചേ. ഒരു മനുഷ്യൻ, ആ വാക്ക്, ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ താങ്ങി നടത്തിയല്ലോ. വേറൊരാളോട് വായിച്ച് സഹായിച്ചു. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ. വായിക്കുന്നത് ദൈവം നടത്തി, ഓർമ്മിപ്പിക്കുക. എവിടെ നടത്തി? ഇനി ശ്രദ്ധിക്കണം. എവിടെ നടത്തി? മരുഭൂമിയിൽ നടത്തി. എവിടെ നടത്തി? ഉറക്കെ പറ. മരുഭൂമിയിൽ നടത്തി. എവിടെ വഹിച്ചു നടന്നേ? മരുഭൂമിയിൽ വഹിച്ചു നടന്നു. നിങ്ങൾ ഇത്ര ശ്രദ്ധിച്ചാൽ ആ ദൈവത്തിന്റെ ജീവിതം, കർത്താവിലുള്ള ജീവിതം. നമ്മുടെ കൂടെ ഒരു കുഞ്ഞ് നടന്നു വരുന്നു. ഇനി അല്ലേ ശ്രദ്ധിച്ച്, കൊച്ചു കുഞ്ഞൊക്കെ ആകുമ്പോൾ അതിനും നടക്കാനൊക്കെ സന്തോഷം, നമ്മൾ പിടിച്ച് നടത്തും. പക്ഷെ പ്രത്യേക സാഹചര്യത്തിൽ നല്ലൊരു ഏറ്റം കയറുമ്പോൾ, കുണ്ടും കുഴിയുള്ള റോഡ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ കൊച്ചിനെ എന്ത് ചെയ്യും? കയ്യിലോട്ട് ചിലപ്പോ ഇങ്ങനെ പൊക്കി നമ്മൾ ആ കുഴി അങ്ങ് ചാടിക്കും. ഇനി നടന്ന് കുറച്ചും കൂടെ ക്ഷീണിച്ച കുഞ്ഞാണെങ്കിൽ എടുത്ത് തോളത്തോട്ട് വെക്കും. ഇത് തന്നെ കർത്താവ് ചെയ്യുന്നു പറഞ്ഞു. ഇതിലേക്ക് ദൈവം നമ്മെ വിളിക്കുകയാണ്, ആ നടത്തിപ്പിലേക്ക്. ദൈവം എവിടെ നടത്തി? മരുഭൂമിയിൽ. തന്റെ ജനത്തെ മരുഭൂമിയിൽ നടത്തിയവന് എന്ന് തിരുവചനം പറയും. നോർമലി മരുഭൂമിയുടെ അവസ്ഥ എന്താ? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു. നിങ്ങൾ വീഡിയോകൾ കാണും, അല്ലെങ്കിൽ മരുഭൂമി നേരിട്ട് കണ്ട അനുഭവങ്ങൾ കാണും. നോർമലി എന്താ? ഒന്ന്, പെട്ടെന്ന് നോക്കിയാൽ ആഹാര സമൃദ്ധമായ പച്ചിപ്പുകളോ ഫുഡോ ഇതൊന്നും മരുഭൂമിയിൽ നമ്മൾ കാണില്ല. വെള്ളത്തിന്റെ കുറവ്, വാട്ടർ ഇല്ല മരുഭൂമിയിൽ. ഈ പ്രൊട്ടക്ഷൻ ഇല്ല. കാരണം ക്ഷുദ്രജീവികൾ ഏറ്റവും കാണാവുന്ന ഏരിയയാണ് മരുഭൂമി. ആ ക്ഷുദ്രജീവി എന്ന് പറയുന്ന അവിടെ അതിന് വിഷം കൂടുതലാണ്. നമ്മുടെ ഇവിടെ കാണുന്ന ഉറുമ്പ്, കിറമ്പ്, ഇങ്ങനത്തെ കൊച്ചൈറ്റങ്ങളാണ് കൂടുതലും നമ്മുടെ മുറ്റത്തും നമ്മുടെ മണ്ണിലൊക്കെ കൂടുതലും കാണുന്നത്. അല്ലെങ്കിൽ മണ്ണിര, ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളാണ്. അല്ലെങ്കിൽ കടിച്ചാൽ ഒരു ഇച്ച് നേരം തരിപ്പ് വരും. അപൂർവം ചിലതിന് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ബാക്കി 90% കടിച്ചടിച്ച് തരിപ്പ് വരും. കുറച്ച് കഴിയുമ്പോൾ അത് മാറിപ്പോകും. എന്നാൽ ഇവിടെ അതല്ല. മരുഭൂമിയിൽ പലതും വിഷമയമുള്ളതാണ്. നമ്മുടെ ബ്ലഡിലോട്ട് കലരുമ്പോൾ ബോഡി വീക്കാവും, നീര് വെക്കും, തളർന്നു വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ പ്രൊട്ടക്ഷൻ ഇല്ലാത്തതാണ് മരുഭൂമി. രണ്ട്, നിങ്ങൾക്കറിയാമോ മരുഭൂമിയിൽ പ്രത്യേകത ഈ ഡയറക്ഷൻ ഒരിക്കലും കിട്ടത്തില്ല. ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് പലപ്പോഴും വരി തെറ്റാറുണ്ട്, അല്ലേ? ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഇപ്പോൾ റോഡൊക്കെ റെഡിയായി വീടുകളും ബിൽഡിംഗ് ഒക്കെ വരുമ്പോൾ ഇനി നമ്മുടെ ബന്ധുവിന്റെ വീടായാൽ പോലും നമ്മൾ ചിലപ്പോൾ വരി തെറ്റും. കാരണം എന്താ? ആ ഏരിയ തന്നെ മാറുകയാണ്. അങ്ങനെയുള്ള ഈ ലോകത്ത് ഇങ്ങനെ ചെയ്യും, ഇത്രയും സൗകര്യം ഉള്ളവർക്ക് പോലും വഴി തെറ്റാൻ സാധ്യതയുള്ളപ്പോൾ ഹല്ലേലൂയ, മരുഭൂമിയുടെ പ്രത്യേകത ഇങ്ങനെ പരന്ന് പറഞ്ഞു കിടക്കുക.
നമ്മൾ ആദ്യം കുറച്ച് ഒരു കാറ്റടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഡയറക്ഷൻ നമ്മൾ തെറ്റും. നമ്മൾ കാറ്റടിച്ച് കഴിയുമ്പോൾ മണ്ണ് വരാതിരിക്കാൻ വേണ്ടി കണ്ണ് ഇങ്ങനെ മറ്റേ നമ്മൾ തിരിഞ്ഞാൽ മതി. നമ്മൾ വന്ന സ്ഥലം ഏതാന്ന് പോലും നമുക്ക് തിരിച്ചറിയത്തില്ല. കാരണം ബിൽഡിങ്ങിന് വെക്കാൻ ഒരു മാർക്കില്ല. മാർക്ക് നോക്കാൻ ചില ഏരിയകൾ വരുമ്പോൾ ഒരു ചെറിയ കുറ്റിച്ചെടി പോലും ഇല്ല. ഏത് ഡയറക്ഷനിലാണ് ഞാൻ വന്നെന്ന് തിരിച്ചറിയാനുള്ള ഡയറക്ഷൻ പോലും കാണത്തില്ല. അങ്ങനത്തെ നിൽക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സമയമാണ്. അവിടാണ് കർത്താവ് പറയുന്നത്, തന്റെ ജനത്തെ ദൈവം നിർത്തി പ്രൊട്ടക്ട് ചെയ്തു. മരുഭൂമിയിൽ ദൈവം തന്റെ ജനത്തെ നടത്തി. ഹല്ലേലൂയ. മരുഭൂമിയിൽ തന്റെ ജനത്തെ ദൈവം എന്ത് ചെയ്തു? നടത്തി. നിങ്ങളൊന്ന് ആക്റ്റീവ് വചനകത്തോട്ട് കയറാൻ മനസ്സൊന്ന് ഫ്രീ ആവാൻ ഒരു കാര്യം പറയാം. ഈ ഡയറക്ഷൻ പറയുമ്പോൾ സ്ഥലം മറന്നു പോകും. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സുഹൃത്തിന്റെ ഒരു വീട്ടിലോട്ട് പോയി. അവന്റെ വീട് ബാംഗ്ലൂരായിരുന്നു. ഞങ്ങൾ കുറച്ച് സുഹൃത്തിന്റെ വീട്ടിൽ പോയി. അപ്പൊ പോകുന്ന വരിയില് അന്ന് ഞങ്ങൾക്ക് അത്ര വഴി അറിയത്തില്ല. അപ്പൊ പോകുന്ന ഒരാൾക്ക് ഫോണിൽ കൂടെ രൂപം കണ്ടു വരുവാണ്. ഈ അടുത്ത് വലതും കറിയാം, ചില റോഡൊക്കെ ഇടത്ത് വലത്ത് ഒന്നും പിടികിട്ടത്തില്ല, നടന്നൊക്കെ പോവാ. അപ്പൊ അന്ന് പഠിക്കുന്ന സമയമില്ല, ഇനി വണ്ടി വിളിച്ച് പോകാനും കാർ വിളിച്ചാലും സമയമില്ല. ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നൊക്കെ ദൂരമൊക്കെ കിലോമീറ്റർ നടന്നു പോകുന്നത്. അപ്പൊ ഇടയ്ക്ക് കുറെ ഇടത്തും വലത്തും ഒക്കെ ആയപ്പോ കൂടെ നടന്ന ഒരുത്തിനോട് പറഞ്ഞു, ഇട വഴി ഒന്ന് നോക്കി വെക്കണേന്ന് പറഞ്ഞു. തിരിച്ചു വരുമ്പോ ഇറങ്ങി വരണ്ടേ, ഇനി അവിടെ നിന്ന് നടന്നു തരേണ്ടി വന്ന വല്ല പണി തെറ്റും. അപ്പൊ കൂടെ ഇരിക്കുന്ന ഒരുത്തൻ പറയാം, ഒന്നും പേടിക്കണ്ട, ഈ വഴി ഞാൻ നന്നായിട്ട് നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവന് കൊള്ളാൻ നല്ല ബുദ്ധിയാണ്. അപ്പം എന്നിട്ട് അവൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാ പറയുന്നത്, അപ്പൊ മറ്റേ കൂടെ ഇരിക്കുന്ന വേറൊരാൾ വെച്ചു, എടാ കുഴപ്പമുണ്ടാവില്ല, ക്ലിയർ ആണല്ലോ? ക്ലിയറാ. അവൻ പറയാണ്, ആ 3-4 കാക്ക ഇരുന്ന പോസ്റ്റിൽ നിന്ന് ഇടത്തെടുത്താൽ മതി. എങ്ങനെ? വഴി എനിക്ക് തെറ്റത്തില്ല, ആ കാക്ക ഇരുന്ന പോസ്റ്റിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താൽ മതി. കുറച്ചുപേർക്ക് മനസ്സിലായി കാണും. കാക്ക 5 മിനിറ്റ് കഴിഞ്ഞാൽ കാറ്റടിക്കുമ്പോ കാക്ക പറന്നു, പിന്നെ വഴി കിട്ടത്തില്ല. അപ്പൊ അവൻ കണ്ടുപിടിച്ചേക്കുന്ന മാർക്ക് വേറൊന്നും കണ്ടുപിടിച്ചില്ല. അന്നത്തെ പ്രായമല്ലേ. അപ്പം കാക്ക ഇരുന്ന പോസ്റ്റിൽ നിന്ന് ലെഫ്റ്റ് എന്ന് പറയുന്ന പോലെ. അപ്പൊ അങ്ങനെ വഴി തെറ്റുന്ന ഒരു കാലം. എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം മനസ്സൊന്ന് ഫ്രീ ആവാനാണ്. നിങ്ങൾ വായിച്ച ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു. ആവർത്തന പുസ്തകം 8-ാം അധ്യായം എങ്ങനെ മരുഭൂമിയിൽ ദൈവം നടത്തി. ആ വാക്ക് എല്ലാവരും ശ്രദ്ധിച്ചോണം. മരുഭൂമിയിൽ ദൈവം നടത്തിയ വിധങ്ങൾ. ആവർത്തന പുസ്തകം 8-2 മുതൽ. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി. നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ എന്താന്ന് ഇരിക്കുന്നെന്ന് വെളിപ്പെട്ടു വരാൻ നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം. മരുഭൂമിയിൽ നടത്തിയ വിധങ്ങളൊക്കെയും നീ ഓർക്കണം. അല്പം ലേറ്റ് ചെയ്ത് 10-40 വർഷം മരുഭൂമി കൂടെ നിന്നെ നടത്തിയെന്ന ഒരു പരീക്ഷണ. കാരണം നിന്റെ ഹൃദയത്തിൽ നിന്ന് എന്തൊന്നൊന്ന് പുറത്തു വരണമെങ്കിൽ ഇപ്പൊ അറിയും. അതിനാ ദൈവം നടത്തിയത്. എന്തിനാ അത് ലേറ്റായത്? അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്ത് പുറത്തു വരും എന്നറിയാം. അപ്പൊ ഈ 40 വർഷം എന്റെ ജനത്തിന്റെ ഉള്ളിൽ എന്ത് പുറത്തു വരും എന്നറിയാൻ വേണ്ടി ദൈവം നടത്തി. പക്ഷെ നടത്തിയപ്പോൾ പറയുന്നു 40 സംവത്സരം ഓർപ്പിക്കുക. മരുഭൂമിയിൽ നടത്തിയ വിധങ്ങളെ നീ ഓർക്കണം. എങ്ങനെ ദൈവം നടത്തി? പരീക്ഷണ ഘട്ടത്തിൽ കൂടെ കടന്നു പോന്നെങ്കിലും അത്ഭുതകരമായി ദൈവം നടത്തി. ഇന്ന് ചില വിഷയത്തോട് ദൂത് പറയാം. ചില വിഷയത്തിന് പ്രാർത്ഥിച്ചു കാത്തിരിക്കുമ്പോഴും ദൈവാത്മാവിന് പറയാനുള്ളത്, ആ മരുഭൂമിയിലും ദൈവം നടത്തുന്ന നടത്തിപ്പ് അത്ഭുതകരമായ നടത്തിപ്പാണ്. എത്ര വർഷം? 40 സംവത്സരം. അടുത്ത വാക്ക് 3 മുതൽ. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല. നിന്റെ കാൽ വീങ്ങിയതുമില്ല. ഇത്ര നടന്നിട്ട് നിന്റെ കാൽ വീങ്ങിയില്ല. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളേണം. ഹല്ലേലൂയ. ദൈവം എങ്ങനെ നടത്തി? ഒരു മകൻ അപ്പനെ വഹിക്കുന്ന പോലെ, ശിക്ഷിച്ചു ഡിസിപ്ലിൻ ചെയ്യുന്ന പോലെ മരുഭൂമിയിൽ നീ നടന്നപ്പോൾ നിന്റെ വസ്ത്രം ജീർണിച്ചു പോയില്ല. നിന്റെ കാൽ വീങ്ങിപ്പോകാതെ ഈ 40 സംവത്സരം നിന്നെ ഒരപ്പൻ മകനെ വഹിക്കുന്ന പോലെ എന്റെ ദൈവം വഴിച്ചു നടത്തിയിരിക്കുന്നു.
അതിന്റെ അർത്ഥം എന്താ അറിയാമോ? ഈ മരുഭൂമിയിൽ ദൈവം രണ്ട് കാര്യം ചെയ്തു. ഒന്നും വേണ്ട പ്രൊട്ടക്ഷൻ ദൈവം കൊടുത്തു. ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ തൊടാതെ, ഒരു സംഹാര ദൂതൻ കടിക്കാതെ, കാലുകൾക്ക് വീക്കം വെക്കാതെ ഈ 40 സംവത്സരം തന്റെ ജനത്തെ നടത്തിയ ദൈവമാണ്. അതിന്റെ അർത്ഥം ഇന്ന് പകൽ ദൂത് പറയാ, നിന്നോട് ആയുസ് പറഞ്ഞ, നിന്നോട് വാഗ്ദത്തം പറഞ്ഞ നാള് വരെ ഒരു കേടുപോലും പറ്റാതെ നിന്നെ എത്തിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്തോ ഹൃദയത്തിന്റെ അകത്ത് ചിലർ വിളിച്ചു പറയുന്നു, ദൈവം വെച്ച ആയുസ്സിൽ, ദൈവം വെച്ച ദിനത്തിൻ വരെ അതിന്റെ ഇടയ്ക്ക് വരുന്ന എന്ത് പ്രതിസന്ധികളെയും, ഏത് മരുഭൂമിയെ നീ ജയിക്കും. ആ ശത്രു നിന്നെ തൊടത്തില്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ഒരു വലിയ പ്രൊട്ടക്ഷനോടെ ദൈവം നമ്മെ നടത്തും. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വചനം ആവർത്തനം 31 കഴിഞ്ഞ് 32, 33. ദൈവം മരുഭൂമിയിൽ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നടത്തി? രാത്രിയിൽ അഗ്നിസ്തംഭമായി, പകൽ മേഘത്തിനും നിങ്ങൾക്ക് മുമ്പായി അവൻ നടന്നു. മരുഭൂമിയിൽ എങ്ങനെ നടന്നെന്നറിയാമോ? ഈ ക്ഷീണം എന്തുകൊണ്ട് വന്നില്ല? പകൽ എന്താണെന്നറിയാമോ? ഈ മരുഭൂമി നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം, ഉച്ചയ്ക്ക് 12 1 മണി നമ്മൾ ക്ഷീണിച്ച് തളരും. ഒരു 3 മണി 4 മണി ആകുമ്പോ ക്ഷീണോ, ഒന്നും ചെയ്യാൻ നമുക്ക് തോന്നത്തില്ല. അത്രയ്ക്ക് ഹ്യൂമിഡിറ്റി, ചൂടാ. അങ്ങനെ മരുഭൂമിയുടെ അവസ്ഥ എന്താ? തളർന്നു വീരും. പക്ഷെ ദൈവം എന്താ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് അറിയാമോ? പകല് മേഘം വന്നങ്ങ് മൂടും. മഴയ്ക്ക് മുമ്പ് ഒരു കാർമേഘം വന്ന് മൂടത്തില്ലേ? അതേപോലെ പകല് മേഘം വന്ന് മൂടും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എയർ കണ്ടീഷൻ, സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ നടത്തി. ഹല്ലേലൂയ. രാത്രിയിൽ ഹല്ലേലൂയ 2 സംഭവമുണ്ട്. രാത്രിയിൽ ഹല്ലേലൂയ വഴി കാണിക്കാനായി, ശുദ്രജീവികളെ തൊടാതിരിക്കാനായി രാത്രിയിൽ അഗ്നി തൂണുപോലെ, പകല് മേഘസ്തംഭം പോലെ കാണുന്നത്, രാത്രി അഗ്നി തൂണ് പോലെ. ഹല്ലേലൂയ. അപ്പോൾ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഹല്ലേലൂയ മരുഭൂമിയാണ്. രാത്രിയാകുമ്പോൾ ഒരു 1 മണി 2 മണി ാകുമ്പോൾ അസാധാരണമായ തണുപ്പുണ്ടാകാനും ഓപ്പോസിറ്റ് ക്ലൈമറ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ രാത്രി അഗ്നിത്തൂണായി തന്റെ ജനത്തെ ദൈവം നടത്തി. ഇന്ന് പകൽ മോശെ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. ഇതുപോലെ ദൈവം നടത്താൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി തന്റെ ജനത്തെ പ്രൊട്ടക്ട് ചെയ്ത് നടത്തിയ ദൈവം. സങ്കീർത്തനം 78 കിടപ്പുണ്ട്. പകൽ അവൻ മേഘം കൊണ്ടും രാത്രി ഒരു അഗ്നിപ്രകാശം കൊണ്ടും അവരെ നടത്തി. സങ്കീർത്തനം 78:14. ഹല്ലേലൂയ. അപ്പൊ ദൈവം അതുപോലെ ദൈവം അവരെ നടത്തി. അടുത്തതാണ് മരുഭൂമിയിൽ ദൈവം വഹിച്ചത്. അവർക്ക് ആവശ്യമേറിയത് ദൈവം കൊടുത്തു. അവർക്ക് ആവശ്യമേറിയ ദൈവം കൊടുത്തു. ഒരു വാക്ക് ശ്രദ്ധിച്ചേ. സങ്കീർത്തനം 78 15 തൊട്ടൊന്ന് വായിച്ച്, 15, 16. എന്നിട്ട് ഞാൻ പറയുന്ന ഭാഗങ്ങൾ മാത്രം വായിച്ചാൽ മതി. ആദ്യം 15, 16 ഒന്ന് വായിച്ച്. അവൻ മരുഭൂമിയിൽ, എല്ലാവരും ശ്രദ്ധിക്കണം, അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്ന് ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. 16. പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, വെള്ളം നദികളെ പോലെ ഒഴുകുമാറാക്കി. മരുഭൂമിയിൽ സാധാരണ വെള്ളമില്ല, പക്ഷെ അവിടെ കണ്ട പാറയെ പിളർന്ന് നദി ഒഴുകുന്ന പോലെ ദൈവം അവർക്ക് വെള്ളം ഒഴുക്കി കൊടുത്തു. അപ്പൊ ദൈവ നടത്തിപ്പിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചേ. കാണുന്നത് മരുഭൂമിയാണെങ്കിലും അവിടെ കണ്ട പാറയെ പിളർന്ന് നദി പോലെ ദൈവം ഒഴുക്കി കൊടുത്തു. ഇന്നത്തെ മെസ്സേജ് ഇതാ, ദൈവം നമ്മെ വഹിച്ചു നടത്തുന്നൊരു ദൈവമാണ്. ആ വഹിച്ചു നടത്തുന്ന അനുഭവത്തിലേക്ക് നമ്മളൊന്ന് കയറാൻ പോകുകയാണ്. അതിന് നമ്മളെ ഒന്ന് വിട്ടുകൊടുത്താൽ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി നടത്തുക മാത്രമല്ല, അവർക്ക് വേണ്ടിയ മരുഭൂമിയിലെ ഉറവകളെ തുറന്ന് ദൈവം വഴി നടത്തി. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇന്നും തന്റെ ജനത്തെ നടത്തുന്ന ദൈവം, നീ കാണുന്നത് മരുഭൂമിയാണെങ്കിലും ആ മരുഭൂമിയിൽ ചില ഉറവകളെ തുറന്ന് വെറും വെള്ളം കുടിച്ചെന്നല്ല, നദികളെ പോലെ ഒഴുക്കി. കരമടിച്ച് കർത്താവിനൊന്ന് മഹത്വം കരയറ്റിയേ. ഇന്ന് പകലും നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ തുറന്നു തരാ എന്റെ ദൈവം. ഞാൻ ചിലരെ നോക്കി വിളിച്ചു ദൂത് പറയുന്നു. ഈ നീ കണ്ട ചില മരുഭൂമി കണ്ട് അല്പം വെള്ളത്തിന് വേണ്ടി കൊതിച്ചു ദാഹിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം ചില ഉറവുകളെ തുറക്കുക. അത് വെറും ദാഹം തീർക്കുക മാത്രമല്ല, നദി പോലെ ഒഴുകത്തക്കവണ്ണം ദൈവപ്രവൃത്തി. വിശ്വസിക്കുന്നവർ കർത്താവിന് ചേർന്നത് സ്തോത്രം ചെയ്തേ.
ഹല്ലേലൂയ. ഈ ദൂതുകളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഇത് ശക്തമായ പ്രവചന ശബ്ദത്തിലേക്ക് വരികയാണ്. ഇന്നത്തെ മെസ്സേജ് ഇതാ, ദൈവം വഹിച്ച് നടത്തുന്ന ദൈവം. പുതിയ നിയമ വെളിപ്പാടിലേക്ക് ഞാൻ അവസാനം വരാം. അത് ഇത്രയേ ഉള്ളൂ. കർത്താവിന്റെ ലോർഡ്ഷിപ്പിലേക്ക്, കർത്താവിന്റെ കർത്തൃത്വത്തിലേക്ക് നിന്റെ ജീവിതത്തെ കൊണ്ടുവന്നാൽ ഈ ദൈവം ഇന്നും നടത്തുന്ന ദൈവമാണ്. ഇന്നും വഹിച്ച് ജയത്തോടെ നടത്തുന്ന ദൈവം. ഇനി 23 തൊട്ട് വായിച്ച 18-ന്റെ 23 തൊട്ട് 27 വരെ. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു, അവർക്ക് തിന്നാൻ മന്ന വർഷിപ്പിച്ചു. അവർക്ക് ആഹാരം വേണമെന്ന് പറഞ്ഞു. ആഹാരം ദൈവം കൊടുത്തു. ദൈവം കൽപ്പിച്ചിട്ട് ആ വാക്ക് ശ്രദ്ധിച്ചോണം. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിന്റെ വാതിലുകളെ ദൈവത്തിന്റെ നടത്തിപ്പിൽ ദൈവം കൽപ്പിക്കും. ദൈവം കൽപ്പിച്ചാൽ വാതിൽ തുറക്കും. ദൈവം കൽപ്പിച്ചാൽ, മക്കളെ ശ്രദ്ധിച്ച്, ദൈവം കൽപ്പിച്ചാൽ വാതിലുകളെ തുറക്കും. ഇന്ന് പകലൊന്ന് വിശ്വസിക്കേ, ദൈവം കൽപ്പിച്ച ചില വാതിലുകളെ തുറക്കും. എന്നിട്ട് എങ്ങനെയാണ്? തരട്ട് വായിച്ചു. അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. ദൈവം തുറന്നിട്ട് എന്ത് ചെയ്തു? മന്ന വർഷിപ്പിച്ചു. എങ്ങനത്തെ ഫുഡ്? ഹെവൻലി ഫുഡ്. സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. 25. മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു, അവൻ അവർക്ക് തൃപ്തിയാകുമെണ്ണം ആഹാരം അയച്ചു. എത്രത്തോളം കൊടുത്തു? അവർ തിന്ന് തൃപ്തരാവോളം ദൈവം എന്ത് ചെയ്തു? മന്ന പൊടിപ്പിച്ചു. ഇനി അടുത്തത്, അവർക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞു. ഫുഡ്, ഇറച്ചി, മന്ന മാത്രം പോരാ, ഇറച്ചി വേണമെന്ന് പറഞ്ഞു. അടുത്തത്, അവൻ ആകാശത്തിൽ കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു. ആകാശത്തിൽ വാതിൽ തുറന്നവൻ അപ്പോൾ തന്നെ വേറൊരു കാറ്റടിപ്പിച്ചു. തന്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റ് വരുത്തി. അവൻ അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെ വർഷിപ്പിച്ചു. കാറ്റത്ത് പൊടിപടലങ്ങൾ വീടിന് ചുറ്റും കണ്ണിന്റെ മുമ്പിൽ പാറിപ്പറന്ന് നിൽക്കുന്ന പോലെ ദൈവം കൽപ്പിച്ചിട്ടടിച്ച കാറ്റിൽ അവർക്ക് വേണ്ട ആഹാരത്തെ, കാടയെ ദൈവം പറപ്പിച്ച് അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിക്കൊടുത്തു. അതിന്റെ അർത്ഥം, നിന്നെ ദൈവം വഹിക്കാൻ, ദൈവം നടത്തിപ്പിന് ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ കൽപ്പിക്കും വാതിൽ തുറക്കും. അവൻ കൽപ്പിക്കും ചില കാറ്റടിക്കും. കാറ്റടിച്ചാൽ നിന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ടത്, നിന്റെ ജീവിതത്തിലേക്ക് വർഷിപ്പിച്ച് നടത്താൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി എല്ലാവരും സ്തോത്രം ചെയ്തേ. ശ്രദ്ധിച്ചേ, ദൈവം നടത്തി. മോശ ഓർപ്പിക്കുക, 120 വയസ്സുള്ള മോശ ഓർപ്പിക്കുക, ദൈവം തന്റെ ജനത്തെ നടത്തി. നിങ്ങൾ മറന്നു പോകരുത്, നിങ്ങൾ ആരുടെ കീഴിലായിരുന്നില്ല? ദൈവിക നടത്തിപ്പിന്റെ കീഴിലായിരുന്നു. ദൈവ യജമാനായിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ നീ മരുഭൂമി നടന്നപ്പോൾ, ഞാൻ ചുരുക്കി പറയാം, ഇത്ര എന്താ മോശ പറഞ്ഞത്? നിങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ല. മരുഭൂമിയിൽ കേടുപറ്റാതെ ദൈവം സൂക്ഷിച്ചു. നിങ്ങളുടെ വസ്ത്രം പഴകിയില്ല, നിങ്ങളുടെ കാല് വീങ്ങിയില്ല. തടയാൻ നിന്ന ശക്തന്മാർ ആ സമുദ്രത്തിൽ മുങ്ങിപ്പോയി. ദൈവം വിഭാഗിച്ച് എത്തേണ്ടടുത്ത് ദൈവം എത്തിച്ചു. വേണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മന്ന വെറും ഫുഡല്ല, ശക്തന്മാരുടെ ഫുഡ്. നിങ്ങൾക്ക് കാറ്റടിപ്പിച്ച് കാടയെ നിന്റെ കൂടാരത്തിന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചു ദൈവം. എങ്ങനെ നടത്തി? ഒരപ്പൻ മകനെ വഹിച്ച് നടത്തുന്ന പോലെ ഈ ദൈവം വഹിച്ച് നടത്തി. ഈ മരുഭൂമിയിൽ പ്രൊവിഷനും പ്രൊട്ടക്ഷനും ദൈവം നൽകി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അപ്പൻ മകനെ വഹിക്കുന്ന പോലെ വഹിച്ചു. എന്നിട്ട് എത്തുവോളം കൊണ്ടെത്തിച്ചു. വഴി വെച്ച് ഉപേക്ഷിച്ചില്ല. ആ പ്രോമിസിൽ എത്തുവോളം ഉടനീളം കൊണ്ടുപോയി. സാധാരണ ഒരപ്പൻ തലമുറ വഹിക്കുന്ന എപ്പഴ? കുഞ്ഞ് തളരുമ്പോ, മുന്നോട്ടുള്ള യാത്ര റോഡ് ഡേഞ്ചറസ് ആണെന്ന് തോന്നുമ്പോ, ബഹുദൂരം ഇനി പോകാനുണ്ടെന്ന് തോന്നുമ്പോ ഒക്കെയാണ് താങ്ങുന്നത്. ഇതേപോലെ നമുക്ക് മുന്നോട്ട് പോകാനുള്ളിടത്ത് ദൈവം നമ്മെ താങ്ങുന്ന ദൈവമാണ്. യെശയ്യാവ് 40:11 കിടപ്പുണ്ട്. ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. യെശയ്യാവ് 40:11.
ഒരിക്കലൂടെ ഞാൻ വായിക്കാം. ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കി കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറെടുത്ത് ചേർത്ത് വഹിക്കുകയും തള്ളകളെ പെതുക്കെ നടത്തുകയും ചെയ്യും. അപ്പൊ ദൈവം എത്തുവോളം നടത്തി, വഴിവെച്ച് ഉപേക്ഷിച്ചില്ല. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെത്തിക്കും. ഇറങ്ങിത്തിരിച്ച നാള് മുതൽ മരുഭൂമിയിൽ കൂടെ നടത്തി വാഗ്ദത്ത കനാലിൽ എത്തുവോളം ദൈവം വഴിവെച്ച് ഉപേക്ഷിച്ചില്ല. ഈജിപ്തിൽ നിന്ന് തുടങ്ങി മരുഭൂമിയിൽ നടത്തി കനാലിൽ ദൈവം എത്തിച്ചു. ഇതാ ദൈവം നടത്തിയതിന്റെ പ്രത്യേകത. ഞാൻ ഈ പുതിയ നിയമത്തിലേക്ക് വരാം. ലോർഡ്ഷിപ്പ്, കർത്തൃത്വം. നമ്മൾ ഇന്ന് മെസ്സേജ് ഇതാ, കർത്താവിന്റെ കർത്തൃത്വത്തിൽ ജീവിക്കുക. വഹിച്ചു നടത്തുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. അതായത് ദൈവം നമ്മെ വഹിച്ചു നടത്താൻ, ഇനിയല്ല ശ്രദ്ധിച്ചേ, ദൈവം നമ്മെ വഹിച്ചു നടത്താൻ നാം എന്ത് ചെയ്യണം? ഈ വഹിച്ചു നടത്താന്ന് പറഞ്ഞാൽ നമ്മള് യേശു കർത്താവിന്റെ ലോർഡ്ഷിപ്പില് കർത്തൃത്വത്തിലേക്ക് വരണം. എനിക്ക് ഒരാള് ഒരു കുഞ്ഞിനെ വഹിച്ചു നടത്തണം. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരാൾ ഇരിക്കുന്നു, ഒരു കുഞ്ഞിരിക്കുന്നു, ഒരു മോൻ ഇരിക്കുന്നു. ഞാൻ വഹിച്ചു നടത്തണമെങ്കിൽ ഇവൻ എന്റെ കരത്തിന്റെ കീഴിലേക്ക് വരണം. ഞാൻ പിടിക്കുമ്പോ മോനൊന്ന് ലൂസായിട്ട് പിടിച്ചേ, നേരത്തെ അവൻ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വെച്ചേക്ക്. ഞാനൊന്ന് പിടിക്കുമ്പോ വരണമെങ്കിൽ അവൻ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കണം. ഇതുപോലെ തന്നെയാണ് നാം ഓരോരുത്തരും ദൈവ നടത്തിപ്പിന്റെ അനുഭവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ലോർഡ്ഷിപ്പ് എന്ന് പറയുമ്പോ അതിന്റെ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞ മാസ്റ്റർ, യജമാനൻ. അതിന്റെ ഗ്രീക്ക് ഹീബ്രു വാക്കകത്ത് ലോർഡ് എന്ന് പറയുമ്പോ യജമാനത്വമാക്കണം. ആ മകൻ എന്റെ കയ്യിലോട്ടൊന്ന് വിട്ടു തരണം. അല്ലെങ്കിൽ കുഞ്ഞ്, അപ്പ അമ്മ എന്നെ പിടിച്ചോ, ഞാനൊന്നുമില്ല, ഞാൻ ഈ പിടിക്കത്തില്ല, എന്റെ പിടിവാശിയില്ല, എന്നെ വഹിക്കോ നടത്തിയോ എന്തോ ചെയ്യോ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്ന അവസ്ഥ. അതായത് ഇനി ഞാനല്ല, എന്റെ യജമാനനാണ്. ഫുൾ അതോറിറ്റി, മാസ്റ്റർ എന്ന് പറയും, അതാണ് ലോർഡ്. അപ്പൊ നമ്മള് എങ്ങനെ ദൈവ നടത്തിപ്പ് വെളിപ്പെടും? ഒരു അപ്പൻ മകനെ വഹിക്കുന്ന പോലെ വഹിച്ച് നടത്തുന്നത് എങ്ങനെ വരും നമ്മുടെ ജീവിതത്തിൽ? അതായത് ഈ യേശുവിനെ കർത്താവായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാണെന്നറിയാമോ? എല്ലാവരും ശ്രദ്ധിച്ച, ഈ രക്ഷിക്കപ്പെടുക ഇത് പെന്തക്കോസ്തിന്റെയോ ക്രിസ്തീയ മതത്തിന്റെയോ ഏതെങ്കിലും ഒരു പ്രത്യേക ആചാര വാക്കല്ല. ഇതൊരു അനുഭവമാണ്. എന്തോ രക്ഷിക്കപ്പെടുക, ലോർഡ്, യേശു എന്റെ കർത്താവാണ്. ജീസസ് ഈസ് മൈ ലോർഡ്. ലോർഡ് എന്ന് പറഞ്ഞാൽ ഇനി മുതൽ ഞാനല്ല, കർത്താവ്, യേശു കർത്താവ് എന്റെ കർത്തൃത്വം ഏറ്റെടുക്കാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ചേ, യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ റോമർ 10 പറയുന്ന പോലെ വാ കൊണ്ട് യേശുവിന്റെ കർത്താവെന്ന് വിളിച്ചു പറഞ്ഞ് ദൈവം അവനെ മരിച്ചെന്ന് ഉറപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അവൻ രക്ഷിക്കപ്പെടും. അതെ, യേശുവേ നീയാണ് എന്റെ കർത്താവ്, ഇനി മുതൽ എന്റെ ജീവിതത്തെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ഫുൾ കൺട്രോൾ, എന്റെ പിടി ഞാൻ വിട്ടുന്നു, ഞാനല്ല. അതായത് ലോർഡ്ഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചേ, കർത്തൃത്വം എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് വേർഡ് അല്ല, ഇത് ലൈഫ് സ്റ്റൈൽ ഓഫ് സബ്മിഷൻ, ഒരു ആരമേറിയ സമർപ്പണത്തിന്റെ ജീവിത രീതിയാണ്. ഇനി ദൂതന്റെ ലിങ്ക് എന്ന് പറയാമോ? പഴയ നിയമത്തിൽ തന്റെ ജനത്തെ ദൈവം നടത്തിയെങ്കിൽ രക്തത്താൽ കഴുകൽ പ്രാപിച്ച കാൽവരിയിലെ ചങ്കിലെ രക്തത്താൽ വിലക്ക് വാങ്ങിയ തന്റെ ജനത്തെ എത്രത്തോളം വഹിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. കൊലോസ്യർ 1:13 പറയുന്നു, നാം ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. യേശുവെ നീ എന്റെ ജീവിതത്തിലേക്ക് വരണം, യേശു എന്റെ കർത്താവാണ് എന്ന് പറയുമ്പോ എത്ര വിശ്വസിക്കുന്നു യേശു എന്റെ കർത്താവാണെന്ന്? പോരാ, ഒന്നുകൂടെ നന്നായിട്ട് കരവത്തി, യേശു എന്റെ കർത്താവ്. ഉറക്കെ പറ, യേശു എന്റെ കർത്താവാണ്. അപ്പൊ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കുക, ആ രാജ്യത്തിൽ നിന്ന് മാറി യേശു രാജാവായി വാരുന്ന രാജ്യത്തിലേക്ക് വരിക. അത് ആത്മാവ് മണ്ഡലത്തിൽ സംഭവിക്കുക. എഫേസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എടുക്കണ്ട, ഞാൻ പറയാം.
കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനൊന്ന്. ഒറ്റ ലോഡേ ഉള്ളൂ. യേശുവിലേക്ക് ഒരാൾ വന്നു കഴിയുമ്പോൾ ഇനി ലോഡ്ഷിപ്പ് ഒരാളെ ഉള്ളൂ. വേറെ ആർക്കും അധികാരം കൊടുക്കരുത്. ഞാൻ പറഞ്ഞ നിൽക്കും. ഇപ്പൊ നമ്മൾ ഉദാഹരണം, ഈ ഒരു രാജ്യത്ത് പാർക്കുമ്പോ നമ്മൾ ഈ രാജ്യത്തിന്റെ നിയമത്തിന്റെ കീഴിലാണ്. പറയുന്ന പോലെ യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോ ഒറ്റ ലോഡ്ഷിപ്പ്, ഒറ്റ കർത്തൃത്വം, വേറെ ഒന്നും വേണ്ട. യേശുവേ നീയാണ് എന്റെ കർത്താവ്, ഒറ്റ കർത്താവേ ഉള്ളൂ. ഇനി നമ്മുടെ ജീവിതം വേറെ കർത്തൃത്വം ഇല്ല. അത് ലോഡ് കർത്തൃത്വത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ആമേൻ. ഇന്ന് ഗലാത്യർ 2:20 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇനി ഞാനല്ലെന്ന്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. റോമർ 14:8 വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ജീവിക്കുന്നു എങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നു എങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നു എങ്കിലും മരിക്കുന്നു എങ്കിലും നമ്മൾ കർത്താവിന്റെ. ഉറക്കെ പറ, ഞാൻ കർത്താവിന്റെ. നമ്മൾ കർത്താവിൻ്റെതാണ്. ജീവിക്കുന്നത് കർത്താവ്, മരിക്കുന്നത് അവർ. നമ്മുടെ കർത്തൃത്വം ആരാ? യേശു. ഇനി എല്ലാവരും ശ്രദ്ധിച്ചേ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കർത്തൃത്വത്തെ, നമ്മുടെ ജീവിതം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. അവൻ വഹിച്ചു നടത്താൻ വിശ്വസ്തനായ ദൈവമാണ്. തന്റെ ജനത്തെ മരുഭൂമി നടത്തിയ ദൈവം നമ്മെ നടത്തും. ഈ ഭൂമിയിൽ നമ്മെ നടത്തുന്ന ഒന്ന് ദൈവത്തിന്റെ ആത്മാവ്. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവാത്മാവിന്റെ ഹൃദയത്തിന് വിട്ടുകൊടുക്കും. രണ്ട്, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശബ്ദം നമ്മെ നയിക്കും. അല്ല, ആടുകൾ എന്റെ ശബ്ദം കേട്ട് പുറത്തു വരുന്നു, ഞാൻ അവർക്ക് മുമ്പേ അവരെന്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കുന്നു. ദൈവ കർത്താവിന്റെ കർത്തൃത്വത്തിലേക്ക് നമ്മൾ വരാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായിരിക്കും. ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സങ്കീർത്തനം 81:13, 15, 16 വാക്യങ്ങൾ വായിച്ചു. ഈ അവസാന മിനിറ്റിൽ ആ വചനം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു. സങ്കീർത്തനം 81:13 വായിച്ചേ. അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാം. 15, യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു, എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. 16, അവൻ മേത്രമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു, ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ദൈവം ചോദിക്കുകയാണ്, എന്റെ ജനം എന്റെ വാക്ക് കേട്ട് എന്റെ വഴി നടന്നായിരുന്നെങ്കിൽ അവരെ പകയ്ക്കുന്നവരെ ഞാൻ കീഴടക്കി ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. 16, മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിച്ച് പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ദൈവം ചോദിക്കാം, ഇനിയെങ്കിലും എന്റെ വഴിയിൽ നടന്നായിരുന്നെങ്കിൽ ഞാൻ മേൽത്തരമായി നിന്നെ നടത്തുകയില്ല. നമ്മൾ ഇന്ന് എല്ലാവരും ചേർന്ന് വായിച്ച തിരുവചനമുണ്ട്. അത് ലോഡ്ഷിപ്പിനെ കാണിക്കുന്ന എന്തോ എല്ലാ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ മക്കളെ എല്ലാവരും പറ, സാംസ് 23:1 മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉറക്കെ എല്ലാവരും ഒന്ന് പറഞ്ഞേ. പറ കുഞ്ഞുങ്ങൾ പറ, യഹോവ എന്റെ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. ഒരു ഇടയൻ ആടിനെ നടത്തുന്ന പോലെ ദാവീദ് പറയാ, ഭക്തൻ പറയാ, അങ്ങന്റെ കർത്താവാണ്, അങ്ങന്റെ ഇടയനാകുന്നു. ഇടയന്റെ കീഴിൽ ആടിനെ ഏൽപ്പിച്ചു തരുന്ന പോലെ ഞാൻ എന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു തരുന്നു. അങ്ങനെ നടത്തുമ്പോൾ അടുത്ത വാക്ക്, അടുത്ത 1, 2 പെട്ടെന്ന് ഒന്ന് സഹകരിച്ചു വായിച്ചോ. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. കർത്താവ് ഇടയനാണെങ്കിൽ നിന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്റെ ദൈവം നടത്തും. ഒരു ഇടയൻ ആടിനെ മരുഭൂമിക്കകത്തോട്ടല്ല കൊണ്ടുപോകുന്നത്, മരുഭൂമി കടക്കുന്ന ആടിനെ പച്ചിപ്പിന്റെ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പോലെ ഇന്ന് പകൽ ചിലതിനോട് ദൈവം പറയുന്നു, കർത്താവ് നിന്റെ ഇടയനാണെങ്കിൽ നിന്നെ നടത്തുന്ന ഒരു വലിയ കരമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ഒന്ന് ആത്മാവിൽ ചേർന്ന് സ്തുതിച്ചേ. അതിന്റെ അടുത്ത വാക്ക് ഓരോ വാക്കും ദൂതാണ്. എന്റെ പ്രാണനെ
അവൻ തണുപ്പിക്കുന്നു. ഒരു മിനിറ്റ് ശ്രദ്ധിക്കണം. അതിന്റെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ വായിക്കാം. പച്ച പുൽമേടുകളിൽ അവൻ എന്നെ കെടുത്തുന്നു, പ്രശാന്തമായ ജലാശയങ്ങളിലേക്ക് അവൻ എന്നെ നടത്തുന്നു. സൈലന്റ് ആയ അനുഭവത്തിലേക്ക് നടത്തുന്നു. അടുത്ത വാക്ക്, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും, അതായത് മരണത്തിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥം ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഒറ്റ കാരണം, നീ എന്റെ കൂടെ ഇരിക്കുന്നല്ലോ. കർത്താവ് ലോർഡ്ഷിപ്പിലേക്ക് വരുമ്പോ, കർത്താവിന്റെ കർത്തൃത്വത്തിലേക്ക് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നീ കണ്ട കൂരിരുളോ, നീ കണ്ട മരണത്തിന്റെ താഴ്വരയോ നിനക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്നെ നടത്തുന്ന ഒരു നല്ല കർത്താവുണ്ട്. അടുത്ത വാക്ക്, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഒരു കാര്യം പറയാം, കർത്തൃത്വത്തിലേക്ക് നടത്തുന്നവനോട് ദൂത് പറയുന്നു, നിന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഇടയ്ക്ക് പണ്ട് ഓർമ്മിപ്പിച്ചതാ. ആരെങ്കിലും കേട്ടതോ അല്ലെങ്കിൽ കേട്ടിട്ടില്ലെങ്കിൽ മറന്നുപോയവർ എല്ലാരും ഓർപ്പിച്ച്. ഇടയനും ആടിനും തമ്മിൽ അറിയാവുന്ന ഒരു കാര്യമാണ്, എന്റെ ശത്രുക്കൾ മുമ്പാകെ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഈ രാത്രി ആകുമ്പോ ആടിനെ എവിടെ കൊണ്ടുപോകുന്നറിയാമോ? ഈ കല്ല് വെച്ച് അടക്കി വെച്ച ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു വാതിലുണ്ടാകും. ഈ വാതിലിന്റെ അകത്ത് ഒറ്റ വാതിലിന്റെ ഫ്രണ്ടിൽ കാവൽക്കാരൻ കിടക്കും. ഇവിടെ അകത്തേക്ക് കയറ്റും. എന്നിട്ട് ആഹാരം കൊടുക്കും. ഈ രാത്രി ശുദ്ധ മൃഗങ്ങളുണ്ടല്ലോ, നമ്മുടെ ഭാഷ ചെന്നായി കൂട്ടങ്ങള് വന്ന് ഇങ്ങനെ നിൽക്കും. ഇവിടെ നിന്ന് കാണാം ലതങ്ങള് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത് ടേബിളിൽ, അതിൻ്റെ അകത്ത്. പക്ഷെ തൊടാൻ പറ്റത്തില്ല. ചുറ്റോട് ചുറ്റും കല്ല് അടുക്കി വെച്ചിരിക്കുന്നു. വാതുക്കൽ ഇടയൻ നിൽക്കുന്നു. ഹല്ലേലൂയ. അതാ പറയുന്നത്, കർത്താവ് എന്റെ ഇടയനാണ്. ഒരു ആടിന്റെ ഇടയൻ ഉണ്ടെങ്കിൽ ആട് ശത്രുക്കൾ മുമ്പാകെ മേശ ഒരുക്കുന്നത് പോലെ തന്റെ ജനം നിന്നെ നോക്കി നിൽക്കുമ്പോ, കടിച്ചു കീറാൻ നിൽക്കുമ്പോ അതിന്റെ മധ്യത്തിൽ നിന്നെ കരുതുന്ന ഒരു നല്ല കർത്താവ്. അടുത്ത വാക്ക്, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം. ഓരോ ആടകത്തോട്ട് കയറുമ്പോൾ വിശേഷമായ തൈലം വെച്ച് തലയിൽ ഒന്ന് പുരട്ടിയിട്ടാണ് അതിനെ അകത്തേക്ക് കയറ്റിവിടുന്നത്. രണ്ട് കാര്യമുണ്ട്. ഹല്ലേലൂയ. രാത്രിയിൽ ചില ചെറിയ ഈച്ചകൾ, പ്രാണികൾ പോലുള്ളത് തലയിൽ വന്നിരുന്ന് ഉറക്കം നഷ്ടപ്പെടാതെ ശുദ്ധമായ നല്ല തണുപ്പോടെ നല്ല ഉറക്കങ്ങൾ കിട്ടുവാൻ ഓരോ ആടും ഈ കൂട്ടിന്റെ അകത്തേക്ക് കയറുമ്പോൾ ആ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്താണ് ഈ കൂട്ടിന്റെ അകത്തേക്ക് കയറ്റി വരുന്നത്. രാത്രി നമ്മുടെ ഈ കൊതുക് കാര്യങ്ങളൊക്കെ എന്ന് പറയാം, നമുക്ക് തന്നെ അറിയാം. ഒരു കൊതുകിന്റെ ഒറ്റ മൂണിൽ മതി ഒരു രാത്രി ഉറക്കം പോവാൻ, അല്ലേ? ഒരു വീട്ടിന്റെ അകത്ത് ഒരു കൊതുക് കയറിയാൽ ഹല്ലേലൂയ, നമ്മൾ എത്ര ഓടിച്ചു വിട്ടാലും വേറെ എങ്ങും പോകത്തില്ല. നമ്മുടെ ചെവിയുടെ അകത്ത് തന്നെ ഒരുറക്കം പോകാൻ ചെറിയൊരു ഉറുമ്പ്, ഇത് ഒരു കൊതുക് മതി. ഹല്ലേലൂയ എന്ന് പറയുന്ന പോലെ ഈ ഒരു പ്രാണികളും അവന്റെ ശരീരത്തോ കണ്ണിലോട് അടുക്കാതെ ആ തലയിൽ ആ തൈലം പൂശുമ്പോൾ ആ തൈലത്തിന്റെ മണം കാരണം ഒറ്റ പ്രാണികളും അടുത്തു വരത്തില്ല. സുഖമായ ആടുകടം ഉറങ്ങും. ചുറ്റോട് ചുറ്റും ശത്രു നിൽക്കുമ്പോഴും തന്റെ പാനപാത്രം ആഹാരപാത്രങ്ങളും നിറഞ്ഞു കവിയുമ്പോഴോ ദൈവം നിർത്തും. കർത്താവ് ഇടയനായി നിൽക്കുന്നെങ്കിൽ ഇന്ന് പകല് ചിലതിനോട് ദൂത് പറയാണ്, നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്റെ നല്ല കർത്താവ് ചെയ്ത് നിന്നെ നിർത്തുന്നൊരു ദൈവമുണ്ട്. അതാ കർത്തൃത്വത്തിലേക്ക് വരുമ്പോ ദൈവം ചിലതിനെ അഭിഷേകം ചെയ്യും. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് ലേഖനം ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. അവൻ നടത്തും. എപ്പോൾ? ക്രിസ്തുവിൽ, കർത്താവിന്റെ ലോർഡ്ഷിപ്പിൽ എപ്പോഴും ജയോത്സവം. ഏത് പോരാട്ടത്തിനും ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവം.